മോഹൻകുമാർ. നമ്മൾ പലതവണ ചർച്ച ചെയ്ത വിഷയമാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര്. ഒരു ഇടവേളയ്ക്ക് ശേഷം എന്ന് പറയാം, ഇപ്പോൾ വീണ്ടും അങ്ങനെ വന്നിരിക്കുകയാണ്, അത് ചർച്ച ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. ഇത്തവണ സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെയും താൽക്കാലിക വിസിമാരുടെ നിയമനത്തെക്കുറിച്ചാണ്. ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഇത് ഞങ്ങൾ നിശ്ചയിക്കുന്നവർ ഗവർണറായാൽ മതിയെന്ന് സർക്കാരും, ഞാൻ പറയുന്നവർ ഗവർണറായാൽ മതിയെന്ന്, ഞാൻ പറയുന്നവർ വിസിമാരായാൽ മതിയെന്ന് ഗവർണറും. ഇത് എത്ര നാൾ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ കഴിയും? ഒരു യൂണിവേഴ്സിറ്റിയിലും ഇപ്പോൾ സ്ഥിരം വിസിമാർ ഇല്ല, ആരോഗ്യ സർവകലാശാലയിൽ ഒഴിച്ച്. മഞ്ജുഷ്, ഇവിടെ ഒരു ഗവർണറെ നിയമിക്കുന്നതും ഗവർണറുടെ പദവികളുമെല്ലാം ഭരണഘടനാ പ്രകാരമാണ്. ആർട്ടിക്കിൾ 153 മുതൽ 167 വരെ ഗവർണർ ആരായിരിക്കണം, എന്താണ് ഗവർണറുടെ പദവി, അധികാരങ്ങൾ വിശദീകരിക്കുന്നു. പക്ഷേ ഒരു ചാൻസലറെ തീരുമാനിക്കുന്നത് ഭരണഘടനാപരമായിട്ടല്ല. അതിന് സംസ്ഥാനത്തെ നിയമസഭ പാസാക്കിയ നിയമപ്രകാരമാണ് ആരൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർമാരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും ചാൻസലർ ആകേണ്ടത് ഗവർണറാണ് എന്നതായിരുന്നു നേരത്തെ ഉള്ള നിയമസഭ പാസാക്കിയ നിയമം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്ന ബില്ല് നിയമസഭ പാസാക്കി. അത് ഒപ്പിടാതെ മാസങ്ങൾ അദ്ദേഹം കാത്തിരുന്നു, അതിൽ അടയിരുന്നു. അതിനുശേഷം സുപ്രീം കോടതിയിൽ കേരള ഗവൺമെന്റ് പോയി നിയമ പോരാട്ടം ആരംഭിച്ചപ്പോൾ ബില്ലുകൾക്ക് മേൽ അടയിരിക്കുന്നവരാവരുത് ഗവർണർമാർ, തീ കൊണ്ട് തലചൊറിയരുത് എന്നതടക്കമുള്ള പരാമർശങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നപ്പോൾ ചില ബില്ലുകളിൽ ഒപ്പിട്ടു, ചിലത് രാഷ്ട്രപതിക്ക് അയച്ചു. ഇപ്പോൾ അത് രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് ക്ലാരിഫിക്കേഷനായി ഒപ്പിട്ട് വന്നിട്ടില്ല. ഇപ്പോഴും ചാൻസലറായി പ്രവർത്തിക്കുന്നത് ഗവർണർ പദവി വഹിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് ചാൻസലർ. പക്ഷേ ഇവിടുത്തെ നിയമസഭ പാസാക്കിയ നിയമപ്രകാരമാണ് ആരാണ് ചാൻസലർ എന്ന് നിശ്ചയിക്കുന്നത് പോലെ തന്നെ ആ സ്റ്റാറ്റ്യൂട്ട് പ്രകാരമാണ് സർവകലാശാലകളുടെ മുഴുവൻ പ്രവർത്തനവും മുന്നോട്ട് പോകുന്നത്. ഒരു വൈസ് ചാൻസലറുടെ താൽക്കാലിക ഒഴിവ് വന്നാൽ ആ ഒഴിവ് നികത്തേണ്ടത് എങ്ങനെയെന്ന് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സർവകലാശാലകളുടെയും സ്റ്റാറ്റ്യൂട്ടുകളിൽ പ്രധാനമായും മുഖ്യമായും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സെക്ഷൻ 13 ക്ലോസ് 7 പ്രകാരമാണ് സാങ്കേതിക സർവകലാശാല നിയമത്തിന്റെ വകുപ്പ് പ്രകാരം എങ്ങനെയാണ് ഒരു വൈസ് ചാൻസലറുടെ താൽക്കാലിക ഒഴിവ് വന്നാൽ നികത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡിജിറ്റൽ സർവകലാശാലയുടെ സെക്ഷൻ 11 ക്ലോസ് 10 പ്രകാരം ഒരു വൈസ് ചാൻസലറുടെ ഒഴിവ് വന്നാൽ എങ്ങനെ നികത്തണമെന്ന് പറഞ്ഞു. ഈ രണ്ട് വകുപ്പുകളിലും ഗവൺമെന്റ് കൊടുക്കുന്ന പട്ടിക അല്ലെങ്കിൽ വിത്ത് കൺസൾട്ടേഷൻ വിത്ത് ദി ഗവൺമെന്റ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിയമസഭ പാസാക്കിയ നിയമത്തിൽ സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിരിക്കുമ്പോൾ അതിന് വിരുദ്ധമായി ഒരു ചാൻസലർക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖും അതുപോലെ ശോഭ അന്നമ്മ ഈപ്പനും കൃത്യമായി റിട്ട് അപ്പീൽ 1847/2022 എന്ന ഒരു റിട്ട് അപ്പീലിന്റെ വിധിന്യായത്തിൽ കൃത്യമായി പാരഗ്രാഫ് 4, 5, 6, 7, 14 കൃത്യമായി വിശദീകരിക്കുന്നു. സ്റ്റാറ്റ്യൂട്ടാണ് പ്രധാനം, നിയമസഭ പാസാക്കിയ നിയമമാണ് സർവകലാശാലകൾ പ്രവർത്തിക്കേണ്ടത് എങ്ങനെ എന്നതിന്റെ നിയമമാണ് കാര്യം. അതുകൊണ്ട് ആ നിയമപ്രകാരം ഗവൺമെന്റുമായി കൺസൾട്ട് ചെയ്തു മാത്രമേ ഇവിടെ ഇത്തരത്തിലൊരു നിയമനം വൈസ് ചാൻസലറുടെ താൽക്കാലികമായിട്ട് ഒഴിവിലേക്ക് നികത്താൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗവർണർ കഴിഞ്ഞ ദിവസം ഒരു ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ ഇതേ കേസിൽ കൊടുത്തു ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ. ഹൈക്കോടതി ആ ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ കൃത്യമായി പരിഗണിച്ചിട്ട് പറഞ്ഞു, ഇതിൽ ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങൾ നേരത്തെ തന്നെ ഇതിന്റെ വിധിന്യായം പറഞ്ഞിട്ടുണ്ട്. അത് 2 ദിവസം മുമ്പാണ്, 26-ാം തീയതി, ഇന്ന് 28-ാം തീയതി ആയുള്ളൂ. 26-ാം തീയതി ആ ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ തള്ളിയിട്ട് പറഞ്ഞു, therefore it is not appropriate to us to make any further clarification on the judgment by exercising power through an interlocutory application. So therefore close the interlocutory application. ഇടക്കാല ഉത്തരവ് വേണം, ക്ലാരിഫിക്കേഷൻ വേണം. തങ്ങളുടെ 2 വർഷം മുമ്പുള്ള ജഡ്ജ്മെന്റിൽ ക്ലാരിഫിക്കേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫയൽ ചെയ്ത ആ റിട്ട് അപ്പീലിൽ ഒരു ക്ലാരിഫിക്കേഷന്റെയും ആവശ്യമില്ല. ഞങ്ങൾ ഓൾറെഡി ഇത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഗവർണർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് എനിക്ക് ക്ലാരിഫിക്കേഷൻ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കണം. ഗവർണർ ഈ ഒറ്റയിൽ എനിക്ക് എതിർപ്പുള്ളൂ. അതിൽ ഗവർണർ പറയുന്നതാണ് എന്റെ മുന്നിലുള്ളത്. ഗവർണർ പറഞ്ഞത് ഇതിൽ സുപ്രീം കോടതി വിധിയാണ് എന്റെ മുന്നിലുള്ളത്. മാത്രമല്ല ഹൈക്കോടതി സുപ്രീം കോടതിയില്ല, കണ്ണൂർ യൂണിവേഴ്സിറ്റി VC ആയിട്ട് ഗോപിനാഥ് രവീന്ദ്രനെ നിയമിച്ച ആ കേസ് അത് വളരെയധികം ചർച്ചാ വിഷയമായതും വിവാദമായതും ഒക്കെയാണല്ലോ. അതിൽ സർക്കാരിന് ഇടപെടാൻ അധികാരമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ നിയമനം നടത്തുന്നത് എന്ന് ഗവർണർ പറഞ്ഞ കാര്യമാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ
തനിക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടി ഹൈക്കോടതിയിൽ നിന്ന്. ഹൈക്കോടതി പറഞ്ഞു സുപ്രീം കോടതിയുടെ ആ വിധി ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇതിൽ ഫർദർ ക്ലാരിഫിക്കേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇതാണിപ്പോൾ ഗവർണറുടെ കയ്യിലുള്ള പിടിവള്ളി എന്ന് പറയുന്നത്. ഇതിലും വ്യാഖ്യാനങ്ങൾ പലതുണ്ടാകാം. ഗവർണർ പറയുന്നത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. മാത്രമല്ല ഗവർണർക്കും സർക്കാരിനും കോടതികളിൽ നിന്ന് തിരിച്ചടി നേരിട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് കേട്ടോ. ശ്രീ കെ എസ് അരുൺകുമാർ. മഞ്ജുഷേ, ഇത് എന്റെ മുന്നിലുള്ള വിവരം ഇന്നത് എന്നതല്ല. ഞാൻ പറയുന്നത് കൃത്യമായിട്ടുള്ള ഫാക്റ്റാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിന്യായങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും ഈ നിയമസഭയും പാസാക്കിയ സ്റ്റാറ്റ്യൂട്ടുകൾ മുന്നിൽ വെച്ചുകൊണ്ടും തന്നെയാണ് ഞാനിത് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് താങ്കൾ ഇടപെട്ട് ഇത് കേൾക്കാനും ഈ വിവരങ്ങൾ മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്ന ശ്രോതാക്കളെ അവരുടെ കേൾക്കാനുള്ള അവകാശത്തിൽ താങ്കൾ ഇടപെടലേ. ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുക, എനിക്ക് അധികം സമയമൊന്നും വേണ്ട. ഈ കേസ് ക്ലാരിഫിക്കേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ വന്നത് മിനിങ്ങാന്നാണ്. അതായത് 26/11/2024 അതായത് ഇന്നലെ മിനിങ്ങാന്നാണ്. അതിനുശേഷം കോടതി ക്ലാരിഫിക്കേഷന്റെ ആവശ്യമില്ല, ഞങ്ങളുടെ ജഡ്ജ്മെന്റ് ക്ലിയർ ആണ്, റിട്ട് അപ്പീൽ ഞങ്ങളുടെ ജഡ്ജ്മെന്റ് ക്ലിയർ ആണ്, സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നിയമിക്കണം, ഗവൺമെന്റ് കൊടുത്ത ലിസ്റ്റ് പ്രകാരമേ നിയമിക്കാവൂ എന്ന് പറഞ്ഞു. അതിൽ ക്ലാരിഫിക്കേഷൻ വേണ്ട എന്ന് കോടതി പറയുമ്പോൾ എനിക്ക് മറ്റൊരു യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു കേസിൽ എനിക്ക് സുപ്രീം കോടതി വിധിയുണ്ട്, ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ താങ്കൾ മനസ്സിലാക്കേണ്ടത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടിൽ ഒരിടത്തും വിത്ത് കൺസൾട്ടേഷൻ വിത്ത് ദി ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടില്ല. അത് പറയാത്തത് കൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് അവിടെ ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തണം എന്ന് സ്റ്റാറ്റ്യൂട്ടിൽ പറയാത്തത് കൊണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ആക്ടിൽ പറയാത്തത് കൊണ്ട് അവിടെ ഗവർണർക്ക് ചാൻസലർക്ക് നിയമിക്കാം, ചാൻസലർ ബാർ ഗവർണർക്ക് നിയമിക്കാം. പക്ഷെ ഇവിടെ സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും കൃത്യമായി സ്റ്റാറ്റ്യൂട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നു വിത്ത് കൺസൾട്ടേഷൻ വിത്ത് ദി ഗവൺമെന്റ്. അതുകൊണ്ട് 100% ഗവൺമെന്റ് കൊടുത്ത ലിസ്റ്റിൽ നിന്നും മാത്രമേ നിയമനം നടത്താൻ കഴിയൂ. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതി പരിഗണിച്ചു. അപ്പോഴേക്കും അതായത് മിനിങ്ങാന്ന് ഹൈക്കോടതി ക്ലാരിഫിക്കേഷൻ തള്ളി. ഇന്നലെ ധൃതി പിടിച്ച് വൈകുന്നേരമായപ്പോഴേക്കും 2 വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നു. ആ നിയമിച്ച ഉത്തരവ് ഗവൺമെന്റിന് സെർവ് ചെയ്തിട്ടേ ഇല്ല. ഇന്ന് അവർ ചുമതല ഏറ്റെടുത്ത് അവരുടെ സീറ്റിൽ ഇരുന്നതിന് ശേഷം ഉച്ചയോടുകൂടി മാത്രമാണ് ഈ ഗവർണർ എടുത്ത തീരുമാനം ഗവൺമെന്റിന് സെർവ് ചെയ്യുന്നത്. ആ സെർവ് ചെയ്ത ഉടനെ തന്നെ ഗവൺമെന്റ് ആ തീരുമാനത്തെ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തു. ഹൈക്കോടതി പറഞ്ഞു ഓൾറെഡി ചുമതല എടുത്തുപോയി, അതുകൊണ്ട് ഒരു ഇന്റർലിക്വിഡിറ്റി ആപ്ലിക്കേഷന്റെ ഉത്തരവിലൂടെ അത് തടയുന്നത് അവരെയും കൂടി കേൾക്കണം, ചുമതല ഏറ്റെടുത്ത ആളുകൾ കൂടി കേൾക്കണം. സ്റ്റേ ചെയ്യുന്നില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞത് അവരെയും കൂടി കേട്ടതിന് ശേഷം മെറിറ്റിലേക്ക് വരാം എന്നുള്ളത് കൊണ്ടാണ് അല്ലേ? അതല്ലാതെ ഇതൊരു ഗവർണർക്ക് അനുകൂലമായ ഒരു ഉത്തരവെന്ന് പറയാൻ പറ്റില്ല അല്ലെ? ഇന്നത്തെ ഈ സ്റ്റേ ചെയ്യേണ്ട എന്നുള്ള തീരുമാനം ഒരിക്കലും പറ്റില്ല. അതായത് ഇന്നലെ വൈകുന്നേരം 4:35 എടുത്ത തീരുമാനം ഇന്ന് രാവിലെ 9:30 തന്നെ സീറ്റിൽ പോയി ഇരുന്ന് ചുമതലയേറ്റ് അതിനുശേഷം മാത്രം ആ തീരുമാനത്തിന്റെ കോപ്പി ബഹുമാനപ്പെട്ട ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് കൊടുത്ത് എല്ലാം പ്രീ പ്ലാൻഡായി നിയമവിരുദ്ധമായിട്ട് അജണ്ടയോടെ ഗവർണർ പ്രവർത്തിച്ചതാണ്. ആ ചുമതലയേറ്റ സ്ഥിതിക്ക് ആ കസേരയിൽ ഇരിക്കുമ്പോൾ അവരെ കേൾക്കാതെ തീരുമാനം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഇടക്കാല ഉത്തരവിട്ട് ഇന്നലത്തെ ഉത്തരവ് സ്റ്റേ ചെയ്താലും ഓൾറെഡി ദാറ്റ് ഓർഡർ ഹാസ് ബീൻ ഇംപ്ലിമെന്റഡ്, they took charge. അതാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ മെറിറ്റിൽ തന്നെ തീരുമാനിക്കാം, സ്പെഷ്യൽ മെസ്സഞ്ചറെ വിട്ട് നോട്ടീസ് കൊടുത്ത് അടുത്ത ആഴ്ച തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത്. ഇത് 100% നിയമവിരുദ്ധതയാണ്. ഇത് മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ മറ്റൊരു കേസിൽ ഉത്തരവുണ്ട്, അതുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റി ഞാനിത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ അജ്ഞത അല്ലെങ്കിൽ വിവരമില്ലായ്മ എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ